ഹൃദയപൂർവ്വം സിനിമ കണ്ട ആരും ബിപിൻ ബാബുവിനെ മറക്കാൻ സാധ്യതയില്ല. ഈ ഫസ്റ്റ് പടം ലാലേട്ടന്റെ കൂടെ സത്യനന്ദിക്കാട് സിനിമ. ഞാൻ നേരത്തെ ഒരു മുടിയെന്നും പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അനൂപേട്ടൻ കണ്ടായിരുന്നു. ഫസ്റ്റ് കണ്ട മൂമെന്റ് ഞാൻ സാറിന്റെ അഭിനയം കണ്ട് നിന്നുപോയി. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, പെട്ടെന്ന് പുള്ളി എൻ്റെ അടുത്തോട്ട് തിരിഞ്ഞിട്ട് പറയും, പറ ഡയലോഗ് പറ. അത് സിംഗിൾ ടേക്ക് ആയിരുന്നു? അല്ലല്ല, അത് 2-3 പോയി. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൂവല് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചൊരു സാധനം അത്. അതിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിരിച്ചത്. നമ്മൾ റീൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ, ഇപ്പം ഇത് കുറച്ചും കൂടി ഒരു സീരിയസ് പരിപാടിയാണല്ലോ. ശരിക്കും ആ സ്ലാങ് തന്നെയായിരുന്നു ഹൃദയപൂർവ്വത്തിൽ വേണമെന്ന് പറഞ്ഞത്. ലാൽ സാറിനെ എൻ്റെ ക്യാരക്ടർ വിളിക്കുന്ന അണ്ണാന്നായിരുന്നു, പിന്നെയാണ് ചേട്ടായി ആക്കിയത്. അപ്പം അത് ഈ സ്ലാങ് വെച്ചിട്ടാണെന്നാണ് അന്ന് പറഞ്ഞത്. എന്നോട് പറഞ്ഞു റിയാക്ഷൻ മാത്രം ഇട്ടാൽ മതിയും. ഞാൻ എൻ്റെ രീതിയിൽ കുറച്ച് റിയാക്ഷൻ ഇട്ടു. അപ്പം അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചാണ്. ഇവരിങ്ങനെ ഇവരുടെ പഴയ ഓർമ്മകളും പഴയ കഥകളും അങ്ങനെയൊക്കെ പറയാം. അത് രസമായിരുന്നു. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ഹൃദയപൂർവ്വം സിനിമ കണ്ട ആരും ബിപിൻ ബാബുവിനെ മറക്കാൻ സാധ്യതയില്ല. ലാലേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ അത്രത്തോളം തിയേറ്ററിൽ എന്റർടൈനിങ് ആയിരുന്നു. സോ ഇന്ന് നമ്മളോടൊപ്പം കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് അതിനെ കുറിച്ച് പറയാനുള്ളത് ടിസ് ആണ്. സോ വെൽക്കം ടിസ്. എങ്ങനെയുണ്ട് ഹൃദയപൂർവ്വം ഇറങ്ങിയിട്ട് കിട്ടുന്ന റെസ്പോൺസ്? സന്തോഷമുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അതിലത്തെ ആദ്യത്തെ ആ ഒരു അപ്പിയറൻസ് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതറിഞ്ഞത് സന്തോഷം. ഈ ഫസ്റ്റ് പടം ലാലേട്ടന്റെ കൂടെ സത്യനന്ദിക്കാട് സിനിമ, അത് ഓണത്തിന് റിലീസ് ആവുന്നു. ഭയങ്കരമായിട്ടൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നുണ്ടാവുമല്ലോ. പിന്നെ ശരിക്കും എങ്ങനെ ഫസ്റ്റ് കോള് വരുന്നതും ഞാൻ നേരത്തെ ഒരു മുടിയെന്നും പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ അഭിനയിച്ച ആ ഒരു സീൻ അത്യാവശ്യം വൈറലായിരുന്നു. അത് കുറെ പേരെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം അത് അനൂപേട്ടൻ കണ്ടായിരുന്നു, അനൂപ് സത്യൻ. അപ്പം പുള്ളി അന്ന് തൊട്ടേ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇത് സംസാരിച്ചിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ല. അപ്പൊ എനിക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ആ ഇടയ്ക്ക് ഞാനിവിടെ എറണാകുളത്ത് എഡിറ്റിംഗ് പഠിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പം അവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് ഒരു ദിവസം ഉച്ചയ്ക്ക് വരുന്ന വഴിക്ക് ഞാൻ കഴിക്കാൻ കയറിയപ്പം അതേ റെസ്റ്റോറൻറ്റിൽ അനൂപേട്ടനും ഉണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചു എന്തെങ്കിലും പരിപാടി ഉണ്ടോ. ഞാൻ വെറുതെ ചോദിച്ചത്, എനിക്കറിയായിരുന്നു സാധ്യത കാണത്തില്ലായിരിക്കുമെന്ന്. അപ്പോൾ പുള്ളി അന്നേരം എന്നോട് തിരിച്ചു പറഞ്ഞു, ഉണ്ട്, പരിപാടി ഉണ്ട്, ഓഡീഷൻ വരാൻ താല്പര്യമുണ്ടോ. അപ്പം തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞ താല്പര്യമുണ്ട്, വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇതുപോലൊരു ഓൺലൈൻ ഓഡീഷൻ പോലെ നടത്തി. 2 ദിവസം കഴിയുമ്പോൾ പറഞ്ഞു സെലക്ട് ആയിട്ടുണ്ട്, അപ്പോൾ പടം ഇന്ന ദിവസം തുടങ്ങും, ഇന്നതാണ് ക്യാരക്ടർ. അങ്ങനെയാണ് കിട്ടിയത്. അറിയായിരുന്നു ലാലേട്ടൻ പടമാണ്. അത് സെലക്ട് ആയി. ലാലേട്ടൻ പടമാണെന്നറിയാം. സത്യൻ സാറിന്റെ പടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ക്യാരക്ടർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സെലക്ട് ആയി കഴിഞ്ഞാണ് ബാക്കി ഡീറ്റെയിൽസ് പറയുന്നത്. ഈ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ലാലേട്ടൻ മൂവ്മെന്റ് ഉണ്ടാവില്ല. ഫസ്റ്റ് കണ്ട മൂവ്മെന്റ് ഏത്? ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ ഷോട്ട് ലാൽ സാറിൻ്റെ കൂടെ ആയിരുന്നു. അപ്പം അന്ന് കണ്ടു. പിന്നെ അതിന് മുന്നത്തെ ഒരു ദിവസമാണ് ശരിക്കും ആദ്യം ഞാനവിടെ സെറ്റ് ചെല്ലുന്നത്. അപ്പം അന്ന് ശരിക്കും ഒരു സീൻ എടുക്കാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പം സത്യൻ സാറ് പറഞ്ഞു, ഇന്നിപ്പോൾ ചെയ്യണ്ട, ഇന്നിപ്പോൾ ഇവിടെ നിന്നെല്ലാം ഒന്ന് കാണ്, എന്നിട്ട് അടുത്ത ദിവസം തുടങ്ങാം, ഇത് ലാലിൻ്റെ കൂടെ തന്നെ തുടങ്ങാം, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാനിവിടെ നിന്നെങ്കിൽ എനിക്ക് അന്ന് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. അവരുടേതായിട്ടുള്ള കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അടുത്ത ദിവസം കണ്ടു, ഇത് പരിചയപ്പെട്ടു, അനുഗ്രഹം മേടിച്ചു, അങ്ങനെ തുടങ്ങി. ഫസ്റ്റ് ഷോട്ട് ഇപ്പൊ പടം കണ്ടവർക്കറിയാം, അതിനകത്തൊരു കിച്ചൺ സീക്വൻസ് ഉണ്ട്, അതായിരുന്നു ഫസ്റ്റ് ഷോട്ട്. ലാലേട്ടന്റെ എൻട്രി. എൻട്രി. അപ്പം ഞാനൊരു കുറച്ച് കാര്യങ്ങൾ ലാൽ സാറിന്റെ അടുത്ത് പറയുന്നൊരു സീനുണ്ട്. അത് സിംഗിൾ ടേക്ക് ആയിരുന്നു? അല്ലല്ല, അത് 2-3 പോയി. നമുക്ക് കുറച്ച് ടെൻഷൻ ആവല്ലോ. അത് ശരിക്കും ടെൻഷൻ അല്ലേ, എനിക്ക് പറ്റിയ ഒരു അബദ്ധം കാരണമൊക്കെ. ആദ്യം എന്നോട് ചോദിച്ചു റിഹേഴ്സൽ വേണമെന്ന്. അപ്പൊ ഞാൻ പറയും കുഴപ്പമില്ല, ചെയ്യാന്ന് പറയും, വെറുതെ അവരുടെ സമയം കളയണ്ടെന്നുള്ള ഇതില്. അങ്ങനെ തുടങ്ങി. അപ്പൊ ആദ്യം ലാൽ സാറ് ഡയലോഗ് പറഞ്ഞ് തൊട്ട് പുറകെ ഞാൻ പറയാം, അങ്ങനെയാണ്. അപ്പം സാറ് പറയാൻ തുടങ്ങി. ഞാൻ സാറിന്റെ അഭിനയം കണ്ട് നിന്നുപോയി. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, ഇത് എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത്. നമ്മൾ കൊച്ചുനാൾ തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള്. അപ്പം അദ്ദേഹത്തിന്റെ സിനിമകളാണ് നമുക്കും ഒരു പ്രചോദനമായിട്ടുള്ളത്.
ഞാനത് കണ്ട് ഞാൻ നിന്നുപോയി. ഞാൻ ശരിക്കും ആ പുള്ളിയുടെ അഭിനയം കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് പുള്ളി എൻ്റെ അടുത്തോട്ട് തിരിഞ്ഞിട്ട് പറയും, പറ ഡയലോഗ് പറ. അപ്പോഴാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. അന്നേരം അത് കട്ട് പൊളിച്ചു, പിന്നെ അടുത്തത് ശരിയായി. കണ്ടിട്ട് ഇപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ ഇല്ലില്ല, കണ്ടില്ല. ഞാൻ ആകെ 3 ദിവസമേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ബാക്കി എന്റെ സിംഗിൾ അങ്ങനത്തെ എടുക്കുമായിരുന്നു. ഈ ലാലേട്ടനെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ നമ്മൾ എഫേർട്ട്ലെസ്ലി ലാലേട്ടൻ എപ്പോഴും അഭിനയിക്കുന്ന ഭയങ്കര നാച്ചുറൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പല കാര്യങ്ങളും. അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിലും ലാലേട്ടൻ ഭയങ്കര ഒഴുക്കിൽ യൂസ് ചെയ്യുന്നൊക്കെ പറയും. ശരിക്കും അങ്ങനെ ആ രീതിയിൽ എങ്ങനെയാ സെറ്റിൽ ഉണ്ടായിരുന്നപ്പോ അദ്ദേഹത്തിന് കാണുമ്പോൾ ഉള്ള ഒരു ഫീല്? അത് ഈ പറഞ്ഞ പോലെ തന്നെ അത് കണ്ടു നിൽക്കാൻ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കൂടുതലും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും എനിക്കും കിട്ടുമോ എന്ന് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ കണ്ടന്റ് ക്രിയേറ്ററും കൂടെ ആണല്ലോ സോഷ്യൽ മീഡിയയിൽ. ഇപ്പം ഈ ബിടെക്കാണ് പഠിച്ചത്. ശരിക്കും അപ്പൊ ഫസ്റ്റ് എന്താ ഈ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത് തുടങ്ങിയതും അതിലേക്ക് ശരിക്കും അത് ചെയ്യാം, സീരിയസ് ആയിട്ട് ചെയ്യാമെന്നുള്ള ഒരു ഡിസിഷനൊക്കെ? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ടിക്ടോക്ക് അങ്ങനെ ചെയ്തു തുടങ്ങിയത്. അപ്പൊ അതിൽ കുറച്ച് വീഡിയോസ് ചെയ്ത് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, നമുക്ക് പരിപാടി വർക്കാകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയപ്പം അപ്പം എനിക്കും ഒരു ഹൈ കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് ചെയ്തു തുടങ്ങിയത്. അപ്പം അതിനകത്തും അത്യാവശ്യം കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായി, അത്യാവശ്യം കുറച്ച് വീഡിയോസ് വൈറലായിരുന്നു ആ സമയത്ത്. അങ്ങനെ അത് കണ്ടിട്ടാണ് ഇവിടെ മല്ലു ഫ്ലിക്സ് എന്നും പറഞ്ഞിട്ടൊരു ഞങ്ങളുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പം അവര് വിളിക്കുകയും അവരുടെ വർക്കിൽ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ചെയ്തു വരുവേ. ഈ ഫസ്റ്റ് റെക്കഗ്നൈസേഷൻ എന്നപ്പോ ഈ പുറത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോ ആളുകൾക്ക് ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ പടം കഴിഞ്ഞിട്ടോ? അല്ല, നേരത്തെ. അത് എനിക്ക് കിട്ടിയേക്കുന്നത് മുടി ആ പർട്ടിക്കുലർ സീൻ കണ്ടിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചുകൂടെ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഈ സിനിമയിലേക്ക് എത്താം, ഇതുവഴി സിനിമയില് എന്നുള്ളൊരു സിനിമ പണ്ട് തൊട്ടേ ആഗ്രഹമാണ്. ശരിക്കും ടിക്ടോക്ക് എല്ലാ പരിപാടികളും ചെയ്യുന്നതും തുടങ്ങിയതും എല്ലാം സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത്രയും വലിയൊരു ഓപ്പണിങ് കിട്ടുമെന്നും ഇത് ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്നും ഞാൻ വിചാരിച്ചതില്ല. വീട്ടിലെല്ലാവരും എങ്ങനെയാ, എന്താ റെസ്പോണ്ട് ചെയ്തത്? എല്ലാവരും ഹാപ്പിയാ. ഞാനിപ്പോ പറഞ്ഞ പോലെ അവരും പ്രതീക്ഷിച്ചില്ല ഇത്രയും പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പടത്തില് ചെയ്യാൻ പറ്റുമെന്ന് അവരും വിചാരിച്ചില്ല. അവരും പപ്പ ആദ്യത്തെ ദിവസം പടം കണ്ടു, പപ്പായ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ അമ്മയും അനിയത്തി അവരെല്ലാരും കണ്ടു, എല്ലാരും ഹാപ്പിയാ. അവർക്കൊരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പൊ പഠിച്ചത് വേറൊരു ഫീൽഡിലാണ്. അതെ അതെ. സിനിമയിൽ ഇപ്പൊ കാര്യമായ വേറെ ആരും അങ്ങനെ സിനിമയിൽ ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. അവരെങ്ങനെയായിരുന്നു സിനിമയിലൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഉണ്ടായിരുന്നൊരു ഫീഡ്ബാക്ക്? വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ പയ്യെ ഇങ്ങനെ ഓരോ സംഭവം ചെയ്തു വരുമ്പം അവർക്കും തോന്നി ചെയ്യുന്നത് കൊള്ളാം, അങ്ങനെ എന്നാലും ജോലിക്ക് പോകണം, ജോലി ട്രൈ ചെയ്യണം എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് ഒരുപാട് പേരുണ്ടല്ലോ, ശരിക്കും നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫീൽ എന്താ ശരിക്കും പടത്തില്? അത് രസമുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇപ്പം എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ച് പേർക്ക് പിന്നെയും പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇവരെ ആദ്യമായിട്ടാണ് അവിടെ വെച്ച് കാണുന്നത്. ഞാൻ ഇവരുടെ എല്ലാം വീഡിയോസും എല്ലാം കാണാറുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു വന്നപ്പോൾ ഇവർ എന്റേതും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടന്റ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിൽ തന്നെ യുറേക്കയിലെ ദേവരാജ്, പുള്ളിയുടെ കൂടെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഞങ്ങള് ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഈ ശരിക്കും അടുത്ത സിനിമയിലേക്കുള്ള വീളുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? നേരത്തെ 2 ഓഡീഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഏകദേശം സെലക്ട് ആയിട്ടാണ് ഇരുന്നത്. പിന്നെ ബാക്കി പരിപാടികൾ ഞാനിപ്പം നോക്കുന്നുണ്ട്. ഇതുവരെ വേറെ കോള് വന്നിട്ടില്ല. ഫസ്റ്റ് കഴിഞ്ഞപ്പോഴുള്ളൊരു ഫീഡ്ബാക്ക് എങ്ങനെയായിരുന്നു ഇറങ്ങി കഴിഞ്ഞപ്പോ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ആൾക്കാർ എൻ്റെ സീനിന് ചിരിക്കുന്നു, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഇന്റർവെൽ സമയത്താണേലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്നെ ഒന്ന് പരിചയപ്പെട്ടു. അപ്പൊ തന്നെ വലിയ സന്തോഷം ഉണ്ടായി. സംഗീതേട്ടൻ ഇഷ്ടപ്പെട്ടു. സംഗീതേട്ടൻ ആ ഷോയിലുണ്ടായിരുന്നു, ഞാൻ പോയ ഷോയിലുണ്ടായിരുന്നു. അപ്പം ഇന്റർവെൽ സമയത്ത് പുള്ളിയുടെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞടാ അടിപൊളിയായിട്ടുണ്ട്, സംഭവം നല്ല വർക്കാണെന്ന് അന്നേരെ പറഞ്ഞു. ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ CCTV ക്യാമറ. ശരിക്കും ആ ഷോട്ടൊക്കെ എങ്ങനെയാ
എടുത്ത കാര്യങ്ങളൊക്കെ? അത് അവര് തന്നെ സെറ്റ് ചെയ്തിട്ട് അവരെന്നോട് പറഞ്ഞു ഇതുപോലെ നീ ഏണി കയറി നോക്കുന്നതാണ്, അപ്പം പെട്ടെന്ന് ആ സൗണ്ട് കേട്ട് വീഴുന്നു, അങ്ങനെ ഒരു പരിപാടിയാന്ന് പറഞ്ഞു. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഞാൻ ഓർത്തില്ല ഇത് ഇത്രയും രസമാകുന്നു. ഏറ്റവും കൂടുതൽ കൂവല് കിട്ടുമെന്ന് സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ കൂവല് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചൊരു സാധനം അത്. അതിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിരിച്ചത്. ഈ അതുപോലെ തന്നെ ഈ മൊത്തം സിനിമയുടെ ഡെസ്റ്റിനി മാറ്റണ ടിസിന്റെ ഒരു ഡയലോഗിലാണല്ലോ. ടിസ് വന്നിട്ട് ലാലേട്ടനോട് പറയാം അങ്ങനെയല്ല ചേട്ടാന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഡയലോഗിലാണ് മൊത്തം സിനിമ ഇവര് ട്രാവൽ ചെയ്യാന്ന് തന്നെ തീരുമാനിക്കുന്ന പോലെ. ശരിക്കും ആ ഒരു ഇമ്പാക്ട് ശരിക്കും ഈ ക്യാരക്ടർ പറഞ്ഞു തരുമ്പോ ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ ഞാൻ അത്ര ആലോചിച്ചിട്ടില്ല. ഇവരിങ്ങനെ പറയും, അപ്പം അതനുസരിച്ച് അങ്ങ് ചെയ്തു പോവായിരുന്നു. അങ്ങനെ അത്രയും ഡീപ്പായിട്ട് ആലോചിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് ഏത് ഷോട്ടായിരുന്നു? എല്ലാം ഒരുവിധം അത്യാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പോയിട്ടില്ല, കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. സത്യസാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏത്? എനിക്ക് വിനോദയാത്ര ഇഷ്ടമാണ്, പിന്നെ രസതന്ത്രം, മനസ്സിനൊക്കെ മിക്ക പടങ്ങളും ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ സത്യനാരായണന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഈ നായകനോടൊപ്പം തന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് എപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ട്. ആ രീതിയില് ഇപ്പൊ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുന്നു എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഫസ്റ്റ് ഡേ ഷൂട്ടിന് മുമ്പ് ഉണ്ടായിരുന്നു. അല്ല ശരിക്കും ഇപ്പൊ ബാക്കിയുള്ള ഇപ്പൊ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള പല ആക്ടേഴ്സിന്റെ ഇപ്പൊ കോമഡി സത്യനാരായണ സിനിമകൾ എപ്പോഴും ഭയങ്കര കോമഡി ഭയങ്കര അധികം എന്റർടൈൻഡ് ആയിരിക്കും മിക്ക സിനിമകളിലും. അപ്പൊ ഒരു പ്രഷർ ഉണ്ടാവില്ല, നമ്മള് കോമഡി ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ചിരിക്കോ, ആ ഒരു നമ്മുടെ ഡയലോഗിലെ ആൾക്കാര് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ വർക്കാവോ, ഇപ്പം നമ്മള് റീൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ, ഇപ്പം ഇത് കുറച്ചും കൂടി ഒരു സീരിയസ് പരിപാടിയാണല്ലോ. റീൽ അല്ലാന്നല്ല, അതുമാണ്. അപ്പൊ ആ ഒരു ഇതുണ്ടായിരുന്നു, ആ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റ് ഇപ്പൊ ആ കിച്ചൺ തന്നെ വലിയൊരു ഇവന്റ്സ് ഉള്ള കുറെ ആർട്ടിസ്റ്റുകൾ എപ്പോഴും വന്നു പോകുന്ന ഒരു ഇതാ. ശരിക്കും നമ്മളൊരു സെറ്റിലേക്ക് ചെല്ലുമ്പോൾ ഒന്ന് ഐസ് ബ്രേക്ക് ആവാൻ ടൈം എടുക്കുമല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നായിരുന്നു? അത് അനുവേട്ടൻ തന്നെയാണ്. അത് അധികം പേടിക്കേണ്ട കാര്യമില്ല, ഇതിപ്പം സാധാരണ നിങ്ങൾ ആ ചെയ്യുന്ന കണ്ടന്റ് പോലെ തന്നെ ചെയ്തു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. സത്യസാർ എന്താ പറഞ്ഞപ്പോ? സാറും കൂളായിരുന്നു. സാറും പറഞ്ഞു ഇപ്പം സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇപ്പം ആ നേരത്തെ പരിപാടികൾ കണ്ടിട്ടാണ് ഞങ്ങൾ വിളിച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് വേണ്ടതും ആ രീതിയിലുള്ള ഒരു പെർഫോമൻസാ, ആ രീതിയിൽ പേടിക്കാതെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് പേടിയുണ്ടായിരുന്നു. അല്ല ഇപ്പൊ ലാസ്റ്റ് ഒക്കെ പോകുമ്പോ കൈപ്പാടൊക്കെ കഴിഞ്ഞിട്ട് സത്യൻ സാറ് വിളിക്കോ? ഞാൻ അങ്ങോട്ട് വിളിച്ചായിരുന്നു, ഞാൻ താങ്ക് യു പറയാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു. അന്നേരം സാറ് പറഞ്ഞ ഇത് അത്യാവശ്യം ആൾക്കാർക്കെല്ലാം ഇത് തന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇത് അപ്പം വിളി വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു, വേറെ പ്രോജക്റ്റ്. അങ്ങനെ ലാസ്റ്റ് ഡേ പാക്കപ്പ് ആയപ്പോ വിഷമയോ? ഇല്ല, പാക്കപ്പിന് മുന്നേ എൻ്റെ ഇത് തീർന്നായിരുന്നു. ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ഈ ശരിക്കും ഈ പറഞ്ഞ ഈ സ്ലാങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റീലിലൊക്കെ ആണെങ്കിലും മുടിയുടെ റീലാണെങ്കിലും സ്ലാങ് ഭയങ്കര അധികം ഭയങ്കര ക്യാച്ചിയാണ്, ഭയങ്കര പെക്യുലർ ആണ്. ശരിക്കും ആ സ്ലാങ് തന്നെയായിരുന്നു ഹൃദയപൂർവ്വത്തിൽ വേണമെന്ന് പറഞ്ഞത്. ബിബിൻ ബാബുവിന്റെ സ്ലാങ് അത് മതി എന്ന് പറഞ്ഞു. കാരണം ആദ്യം ഇതില് ലാൽ സാറിനെ എന്റെ ക്യാരക്ടർ വിളിക്കുന്ന അണ്ണാന്നായിരുന്നു. അപ്പം അത് മാറ്റിയിട്ട് പിന്നെയാണ് ചേട്ടായി ആക്കിയത്. അപ്പം അത് ഈ സ്ലാങ് വെച്ചിട്ടാണെന്നാണ് അന്ന് പറഞ്ഞത്. ഈ ശരിക്കും നമ്മളൊരു സ്റ്റാർ സ്റ്റക്ക് ആവുന്ന മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ സെറ്റില് ഈ ലാലേട്ടന്റെയും സത്യൻ സാറിന്റെ കൂടെയുള്ള കോൺവെർസേഷനുകൾ എപ്പോഴും നമുക്കെപ്പോഴും കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ശരിക്കും ആ കോൺവെർസേഷൻ ഇങ്ങനെ മാറി നോക്കിയൊക്കെ ചെയ്തു. ഉണ്ട്. അത് ഇവരിങ്ങനെ ഇവരുടെ പഴയ ഓർമ്മകളും പഴയ കഥകളും അങ്ങനെയൊക്കെ പറയാം. അത് രസമായിരുന്നു കേട്ടിരിക്കും. ഞാൻ അധികം കേട്ടിട്ടില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ അടുത്ത ഫ്രണ്ട്സ് ഒക്കെ ശരിക്കും എന്താ പറഞ്ഞത്? എല്ലാരും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഞെട്ടിയതുപോലെ തന്നെ അവരും ഞെട്ടിയിട്ടുണ്ട്. കാരണം സിനിമയിൽ അഭിനയിച്ചു എന്ന് എൻ്റെ ഒരു ക്ലോസ് സർക്കിളിലുള്ള കുറച്ച് പേർക്ക് അറിയായിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു വലിപ്പം ഇത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അത് കണ്ടപ്പോ അവരും എക്സൈറ്റഡ് ആയിരുന്നു. പണ്ടൊക്കെ ഫ്രണ്ട്സിനോട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറയുമ്പോ എന്തായിരുന്നു അവരുടെ ഒരു റിയാക്ഷൻ? കളിയാക്കുമായിരുന്നു. ഇത് വല്ലതും നടക്കുന്ന പരിപാടിയാണോ അങ്ങനെ ചോദിക്കുമായിരുന്നു. പിന്നെ അത് നമ്മൾ ഈ ഇതുപോലെ വീഡിയോ റീല് അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങിയപ്പം അവർക്കും മനസ്സിലായി എന്തൊക്കെയോ
അറിയാം ചെയ്യും എന്ന് മനസ്സിലായി. അപ്പൊ ഈ കോളേജ് ടൈമിലൊക്കെ കൾച്ചറൽസ് അങ്ങനത്തെ പ്രോഗ്രാമുകൾക്കൊന്നും അങ്ങനെ കേറിയേക്കുന്നത് കുറവാ. അന്നപ്പോ എങ്ങനെയായിരുന്നു? അപ്പൊ ടിക്ടോക്ക് മാത്രമായിരുന്നു പരിപാടി? ടിക്ടോക്ക് ആയിരുന്നു. കാരണം ഞങ്ങളുടെ കോളേജിൽ ആ സമയത്ത് അങ്ങനെ അധികം പരിപാടികൾ ഇല്ലായിരുന്നു. കൂടുതൽ ഈ അക്കാഡമിക് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു ആകെ ഒരു മൈമിന് കേറിയിട്ടുണ്ട്, അല്ലാതെ വേറൊന്നിനും ഞാൻ കേറിയിട്ടില്ല. അപ്പൊ പിന്നെ ബിടെക് പഠിക്കാൻ പോയതപ്പോ എങ്ങനെയായിരുന്നു? അത് വീട്ടുകാര് പറഞ്ഞിട്ട്, വീട്ടുകാരുടെ നിർബന്ധത്തിന് വേണ്ടി മാത്രം. അപ്പൊ ഫുൾ പാസ്സായപ്പോ അത് ഞാൻ വിട്ടിട്ടാണ് ഇതിലോട്ട് ഇറങ്ങിയത്. അല്ല അപ്പൊ ശരിക്കും ഈ പറഞ്ഞ ബിടെക് ഇപ്പൊ സിനിമയിലുള്ളവര് മിക്കവരും ഇപ്പൊ ബിടെക് പരിപാടിയൊക്കെ ബിടെക് വിട്ട് സിനിമയിൽ വന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാത്തൊരു സംഭവം നമ്മൾ പിന്നെ ചെയ്യുമ്പോഴത്തേക്കും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവുമല്ലോ അതിനകത്തുനിന്ന്. അപ്പൊ ശരി കൊച്ചിയിൽ വന്നപ്പോൾ ആദ്യത്തെ ദിവസങ്ങളൊക്കെ ശരിക്കും എങ്ങനെയായിരുന്നു? കൊച്ചിയിൽ ഞാൻ നേരത്തെ തൊട്ടേ വരുമായിരുന്നു. ഈ ഇതുപോലെ ഷോർട്ട് ഫിലിമിന്റെ മിക്കതിന്റെ ഷൂട്ടിങ് ഇവിടെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ അധികം സ്റ്റേ ചെയ്തിട്ടില്ല. പിന്നെ സ്ഥിരം താമസിക്കാൻ തുടങ്ങിയ ഞാൻ പറഞ്ഞല്ലോ എഡിറ്റിങ് പഠിക്കുന്നത് ആ സമയത്ത്. അപ്പം ഞാൻ ശരിക്കും വന്നത് ഓഡീഷൻ അറ്റൻഡ് ചെയ്യാം, ഇതുപോലെ ആരെങ്കിലും പരിചയപ്പെടാം, അങ്ങനത്തെ ഇത് വെച്ചിട്ട് തന്നെയാണ്. അങ്ങനെ അത് സംഭവിച്ചു. എഡിറ്റിംഗ് പഠിച്ചില്ല, ഒരുവിധം പഠിച്ചു. അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്കായിരുന്നു ഇത് പരിപാടികളെല്ലാം വരുന്നത്. ശരിക്കും ഒരു റീലൊക്കെ ഷൂട്ട് ചെയ്യണ പ്രോസസ്സ് ശരിക്കും എങ്ങനെ എൻജോയ് ചെയ്യണം? അപ്പൊ അത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണല്ലോ ചെയ്യുന്നത്. അപ്പം അതിങ്ങനെ ഇതില് ആ ഒഴുക്കിലങ്ങ് പോകും. കാരണം ഒബ്വിയസ്ലി ഇപ്പൊ ഒരു റീൽ ചെയ്തു, 2 റീൽ ചെയ്തു, അതായത് ഇപ്പൊ ഒരുപാട് പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട്, ആർട്ടിസ്റ്റിന്റെ കൂടെ തന്നെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ വരുമ്പോ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആവും എന്നുള്ളൊരു ഫീൽ ഉണ്ട്. ശരിക്കും അവിടെ നിന്നൊക്കെയുള്ള ലേണിംഗ് ശരിക്കും എങ്ങനെയാ സിനിമയിലേക്ക് വരുമ്പോ കുറച്ചുകൂടെ? അവിടെ ഇപ്പം അവരുടെ എല്ലാം അവരുടെ വർക്കിംഗ് പ്രോസസ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ അവരഭിനയിക്കാൻ എടുക്കുന്ന ഓരോ എഫേർട്ടും പരിപാടികളും അത് നോക്കി കാണാൻ പറ്റിയിട്ടുണ്ട്. അത് എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ. ക്യാമറ ഫിയർ ഉണ്ട് അപ്പൊ? ഇപ്പം ഇല്ല, നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല. ഈ എപ്പോഴും നമ്മളിപ്പോ ക്രിയേറ്റേഴ്സ് ആയിട്ട് വരുമ്പോഴത്തേക്ക് എപ്പോഴും പറയുന്ന കാര്യം ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ക്യാമറയുടെ ഫ്രണ്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണോ റിഹേഴ്സൽ വേണ്ട നമുക്ക് ഫസ്റ്റ് ടേക്ക് പോവാന്ന് പറഞ്ഞത്? അല്ല, അതുകൊണ്ടല്ല, വെറുതെ അവരുടെ സമയം കളയണ്ടല്ലോ. കാരണം ഞാൻ ഒരുവിധം പഠിച്ചു വെച്ചിട്ടായിരുന്നു നിന്നത്. അപ്പം വെറുതെ സമയം കളയണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഇപ്പൊ തിരിച്ചിപ്പോ ലാലേട്ടനെ മെസ്സേജ് അയക്കുക അങ്ങനെയുള്ളതൊക്കെ ചെയ്തിരുന്നു? ഇല്ല, ചെയ്തില്ല. അപ്പൊ ശരിക്കും ലാലേട്ടൻ മൂവ്മെന്റ് ഏതായിരുന്നു ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയിട്ടുള്ള? അത് ഒരു സീനില് അദ്ദേഹത്തിന് മാത്രമേ ഡയലോഗ് ഉള്ളൂ. അപ്പൊ ഞാൻ സിനിമ കണ്ടവർക്ക് അറിയായിരിക്കും, ഒരു ഫോൺ കോളിന്റെ ഒരു സീൻ. അപ്പൊ അതില് എന്നോട് പറഞ്ഞു റിയാക്ഷൻ മാത്രം ഇട്ടാൽ മതിയെന്ന്. അപ്പൊ അത് ഞാൻ എൻ്റെ രീതിയിൽ കുറച്ച് റിയാക്ഷൻ ഇട്ടു. അപ്പൊ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചാ നല്ല ആ ഒരു രീതിയിൽ നല്ലതെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വലിയൊരു തുടക്കമാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് നമ്മൾ ഒരുപാട് എന്റർടൈൻ ചെയ്യിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹൃദയപൂർവ്വത്തിലും ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ചിരിയൊരു പ്രഷറാണോ ഇനി അടുത്ത സിനിമയിലൊക്കെ വരുമ്പോഴത്തേക്കും? അത് പറ്റുന്നതും വൃത്തികേടാകാത്ത രീതിയിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.